പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ യമ്മി ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ എല്ലാവർക്കും ക്രീമി ആയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടലുണ്ടാവില്ല. അപ്പൊ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് എത്ര വലിയ ഗ്ലാസ് ആണെങ്കിലും കുടിച്ച് തീരുന്നത് അറിയില്ല കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഗ്ലാസ് ഹോട്ട് ചോക്ലേറ്റ് ആട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചെടുക്കാം. ഇനി പാലൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട കൊക്കോ പൗഡർ ഒന്ന് എടുത്ത് വയ്ക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കാപ്പിപ്പൊടി കൂടി ഇട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കൊക്കോ പൗഡറിൽ ഒരു നുള്ളു കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അത് മാത്രമല്ല കൊക്കോ പൗഡറിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുകയും ചെയ്യും. നിങ്ങളിതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ എടുക്കുന്ന കൊക്കോ പൗഡർ നല്ല കൊക്കോ പൗഡർ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഹോട്ട് ചോക്ലേറ്റിനൊക്കെ നല്ല കൊക്കോ പൗഡർ ആയിരിക്കണം. അതായത് 100% കൊക്കോ ചേർന്നിട്ടുള്ള പൗഡർ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ പാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പാൽ തിളച്ച് വന്ന ശേഷം 1 മിനിറ്റും കൂടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിൽ നിന്ന് 1/2 കപ്പ് പാലും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പം ഞാനിവിടെ 1/2 കപ്പോളം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്നുള്ളത് പിന്നീട് പറയാം കേട്ടോ. അടുപ്പിൽ വെച്ചിട്ടുള്ള പാല് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് ഇട്ടേക്കാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൊക്കോ പൗഡറും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആട്ടോ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ പഞ്ചസാര കൊക്കോ പൗഡറായിട്ട് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വെറുതെ മിക്സ് ചെയ്തേ ഉള്ളൂ. കൊക്കോ പൗഡർ ഇട്ടെടുത്ത ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ കൊക്കോ പൗഡറൊക്കെ നന്നായിട്ട് പാലിൽ ലയിച്ച് ചേർന്നിട്ടുണ്ടാവും. തിളപ്പിക്കുന്നതോടൊപ്പം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇതിനിപ്പോൾ ഞാനിവിടെ ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാല് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റർ ഉപയോഗിച്ച് തന്നെ ചെയ്യണം കേട്ടോ. നമ്മൾ ഹാൻഡ് വിക്സ് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-15 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്യേണ്ടി വരും. ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് പതഞ്ഞ് കിട്ടും. ഹോട്ട് ചോക്ലേറ്റിൻ്റെ നല്ലൊരു ക്രീമി സ്ട്രക്ചറും നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ പതിപ്പിച്ചെടുക്കുക. ഇനി ഹോട്ട് ചോക്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ഒരു ഗ്ലാസ്സിലേക്ക് വെച്ചെടുക്കാം. ഇനി നമ്മുടെ ചോക്ലേറ്റിൻ്റെ ചൂടാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയ ശേഷം ഒഴിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ച് വെച്ചെടുത്ത ശേഷം പാല് ബീറ്റ് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ ഒട്ടും ചൂടാറാതെ തന്നെ ഇരുന്നോളും. ഞാനിപ്പോൾ രണ്ടാമത് ചൂടാക്കിയൊന്നുമില്ല, മീഡിയം ചൂടാണ് ഇപ്പോൾ ഉള്ളത്. ഈ ചൂട് മതി നമുക്ക് കുടിക്കാനൊക്കെ. ഇനി നമ്മൾ പതിപ്പിച്ച് വെച്ചിട്ടുള്ള പാൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം. അപ്പോൾ അത് മുകളിൽ ഡെക്കറേഷനായിട്ട് വെക്കാം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കുക, പക്ഷേ ടേസ്റ്റ് കുറവായിരിക്കും. ഇതിന് നല്ലൊരു ടേസ്റ്റ് ചോക്ലേറ്റ് ടേസ്റ്റ് കിട്ടാനായിട്ട് ഡയറി മിൽക്ക് ഒരു 2 പീസ് ഇട്ടെടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു 2 പീസ് ഇട്ടെടുത്താൽ മതി. ഇപ്പോൾ ഡയറി മിൽക്ക് ഇച്ചിരി അധികമായാലും കുഴപ്പമില്ല, കൊക്കോ പൗഡർ കൂടി പോകാണ്ടിരുന്നാൽ മതി. നല്ല ഹോട്ട് ഡ്രിങ്ക് ആയതുകൊണ്ട് ചോക്ലേറ്റ് ഇട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് അടന്ന് ചേർന്നോളും. മിൽക്ക് പതിപ്പിച്ചത് ബാക്കിയുള്ളതും പിന്നെ കുറച്ച് ചോക്ലേറ്റും കൂടി മുകളിലിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്കെല്ലാം തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.